ഇസ്രയേൽ തിരക്കിട്ട സൈനിക നീക്കം തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം ഒഴിപ്പിച്ചു തുടങ്ങി. ഒപ്പം തന്നെ ഇസ്രയേലിന്റെ അകത്ത് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒഴിഞ്ഞു പോകുന്ന ഇടങ്ങളിൽ, അതായത് ഗാസയുടെ 90% ഇപ്പോൾ ഇസ്രയേൽ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്ന് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഒഴിഞ്ഞു പോകുന്ന ആ ക്യാമ്പുകൾക്ക് മേൽ ഇസ്രയേൽ ബോംബുകൾ വർഷിക്കുന്നുണ്ട് എന്നൊരു വാർത്തയും പുതിയതായി പുറത്തു വരുന്നു. ഏതായാലും ബന്ദികളെ ഇതുവരെ മോചിപ്പിച്ചിട്ടില്ല, സമാധാന ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. അതിനിടയിൽ ഇത് വെടിനിർത്തലിലേക്ക് നീങ്ങുമെന്ന് തോന്നിയ സമയത്താണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കുന്നതും. ഏതായാലും കഴിഞ്ഞ ദിവസം ലെബനനിൽ ശക്തമായ ഒരു വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. വരും ദിവസങ്ങളിൽ ആക്രമണം കടുപ്പിക്കാനുള്ളൊരു നീക്കത്തിൽ തന്നെ ആകണം ഇസ്രയേൽ എന്ന് തോന്നുന്നു. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്കൻ പര്യടനത്തിലാണ്. ആ പര്യടനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം അടിയന്തരമായിട്ട് ഒരു മന്ത്രിസഭയുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. അടിയന്തരമായി അദ്ദേഹം തിരിച്ചെത്തും. എത്തിയാൽ ഉടൻ തന്നെ ഒരു വലിയ തിരിച്ചടി നടക്കുമെന്നുള്ളത്. കാരണം ഇസ്രയേൽ ഇപ്പോൾ പഴയതുപോലെ അല്ല കാര്യങ്ങൾ. കാരണം ഗാസയും റഫയും മാത്രമല്ല, കാരണം ലെബനോൺ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും അവർ ആക്രമണം നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയ ഇപ്പോൾ തുർക്കി കൂടി ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടിക്കാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആളുകളെ അല്ലെങ്കിൽ ജനങ്ങളെയൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നടക്കം ഒഴിപ്പിച്ച് തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.